അതിനെ നിന്റെ വിശുദ്ധ രക്തത്താൽ നീ വിലയ്ക്ക് വാങ്ങി മഹത്വമുള്ള മണവാട്ടിയാക്കി തീർത്തു. ഞങ്ങളെ നിന്റെ മക്കളും അവകാശികളുമായി തീർക്കുകയും മരണത്തിന്റെയും സാത്താന്റെയും അടിമയിൽ നിന്ന് സ്വതന്ത്രപ്പെടുത്തി രക്ഷിക്കുകയും നിന്നെ കുറിച്ചുള്ള അറിവിന്റെ യോഗ്യതയുള്ള പ്രകാശത്താൽ പ്രശോഭിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവെ, ഞങ്ങളും നിന്റെ മക്കളെല്ലാവരും നിന്റെ ദിവ്യകൽപ്പനകൾ ആചരിക്കുകയും അവയെ ധ്യാനിക്കുകയും രാവും പകലും നിന്റെ പ്രമാണങ്ങളും പ്രകാരം നടന്ന് നിന്നെ സന്തോഷിക്കുകയും ചെയ്യുമാറാകണമേ. നിനക്ക് അറിയിക്കുമാറാകണമേ. എല്ലാ നേരവും ഇടവിടാതെ ആനന്ദകരമായ സ്തോത്രങ്ങൾ നിനക്കും പ്രത്യേക മഹത്വമുള്ളതുമായി നിർത്തിയിരിക്കുന്നതും വിസ്മരണീയവും മഹിമയുള്ള പ്രവർത്തനവും കൂടിയതുമായ നിന്റെ ഉയർത്തലിനും അണയ്ക്കുമാറാകണമേ. നിന്റെ കരുണയ്ക്കായിരുന്നു വിവാഹയും നിന്റെ ഉച്ചിതർപ്പനെ പറയുകയും നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ ഇടവകയ്ക്ക് സമാധാനവും നിന്റെ സഭയ്ക്ക് നേരവും സൗജന്യമായി നൽകണമേ. സത്യവിശ്വാസത്തോടെ അതിന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസമായ മരിച്ചുപോയവർക്ക് സ്വർഗ്ഗത്തിന്റെ എഴുന്നള്ളത്തിന്റെ ദിവസത്തിൽ നിന്റെ വലത്തുഭാഗത്തുകയും ബഹുമാനവും കൊടുക്കണമേ. ഞങ്ങളും വിശ്വാസമുള്ള സഭയുടെ മക്കളെല്ലാവരും നിനക്ക് നിന്റെ പിതാവും നിന്റെ പരിശുദ്ധമായിരിക്കും ഇപ്പോഴും എന്നേക്കും കുടിയും തോത്രം കരയുകയും ചെയ്യുമാറാണമേ. ഞങ്ങളുടെ പുണ്യപ്പെടുത്തുന്നവരെയും സംയോജിപ്പുണ്ടാക്കുന്നതുപോലെ കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുന്ന നിസ്സാരമായതും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹമൂലം കൈക്കൊള്ളണമേ. അതിന്റെ ബഹുമാനത്തിന്റെ മഹാശുദ്ധത്തെ Hey
അബ്രാഹത്തോട് നിൻ രാജ്യത്താനന്ദിച്ചാർക്കും പിൻബലമായി നിന്നും നിന്നെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ നൽകിടാശ്വാസം. ഹല്ലേലൂയ ഹല്ലേലൂയ ദിൻ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോന്റെ ദൈവത്തിന്റെ ദൈവവാദനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്കുകൾ. നിരാശപ്പെടാതെ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണെന്നുള്ളതിന് യേശു പറഞ്ഞു. ഒരു പട്ടണത്തിൽ ദൈവത്തെ ഭയപ്പെടാതെയും മനുഷ്യരെ വകവയ്ക്കാതെ ഇരുന്ന ഒരു ന്യായാധിപനുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ അയാളുടെ അടുക്കൽ ചെന്ന് എന്റെ ശത്രുവിനെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിച്ചു. വളരെ കാലത്തേക്ക് അയാളത് പരിഗണിച്ചില്ല. അനന്തരമായ ആൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടാതെയും മനുഷ്യരെ വകവയ്ക്കാതെയും ഇരിക്കുന്നുവെങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും ഇവൾ അതിന് ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ഇവൾക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കാം. കർത്താവ് ഇങ്ങനെ തുടർന്ന് പറഞ്ഞു, നീതിയിലല്ലാത്ത ന്യായാധിപൻ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അതിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്താതിരിക്കുമോ? അവൻ അതിനേക്കാൾ താമസം വരുത്തുമോ? അവൻ വേഗത്തിൽ അവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കും. എന്നാലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമെന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. മക്കളിലപ്പൻ ചെയ്യുവതുപോലെ ജീവാസ്വരമതുണർത്തണേ.